കഴിഞ്ഞ 3 മൊഡ്യൂളുകളിലായി നമ്മൾ പഠിച്ചു പോരുന്നത് പ്രിൻസസ് കട്ട് യോക്ക് ചെയ്തുകൊണ്ട് ഒരു ചുരിദാർ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡിനെ കുറിച്ചാണ്. ഇതിന്റെ തിയറിയും പ്രാക്ടിക്കലും എക്സ്പ്ലനേഷനും ഡ്രോയിങ്ങും എല്ലാം നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായി കാണുമെന്ന് കരുതിക്കൊണ്ട് തന്നെ അതിന്റെ 4ാമത്തെ പാർട്ട്, അതായത് അവസാന പാർട്ടായ സിബ് വയ്ക്കുന്നതും അതുപോലെ തന്നെ ഷോൾഡറിനെ തയ്യൽ തുമ്പ് ഹൈഡ് ചെയ്ത് ചെയ്യുന്നതുമൊക്കെയാണ് ബിഗിനേഴ്സിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഏറ്റവും സിമ്പിളായും എന്നാൽ ഏറ്റവും നീറ്റായും ഒരു ചുരിദാറിന്റെ ബാക്ക് പീസിൽ സിപ്പ് പിടിപ്പിക്കുന്നതിനെ കുറിച്ച് വിശദമാക്കിയിരിക്കുന്നു. ചുരിദാറിൽ സിപ്പ് പിടിപ്പിക്കുന്നത് പോലെ തന്നെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നെക്ക് ചെയ്യുന്ന മെത്തേഡും നമ്മൾ പഠിച്ചു. പക്ഷേ ഇന്നത്തെ മൊഡ്യൂളിൽ സിപ്പ് പിടിപ്പിക്കുന്നതിന് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാമെങ്കിലും നെക്ക് തയ്ക്കുന്നതിനോട് ഞാൻ അത്ര അഭിപ്രായം പ്രകടിപ്പിക്കുന്നില്ല. കാരണം ക്യാൻവാസ് വെച്ച് ചെയ്യുന്നത് തന്നെയാണ് നമ്മുടെ നെക്കിന് ഭംഗി കൂട്ടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒട്ടും സമയമില്ലെങ്കിൽ മാത്രമാണ് അങ്ങനെ ചിന്തിക്കേണ്ടതുള്ളൂ എന്നത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വരച്ചു വെച്ചിരിക്കുന്ന ബാക്ക് പീസിലെ നെക്കും സിബിന്റെ ഇറക്കവും സ്റ്റിച്ച് ചെയ്തതിനു ശേഷം സിബ് ഈസിയായി പിടിപ്പിക്കുന്നതും അതുപോലെ തന്നെ ഫ്രണ്ടും ബാക്കും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ ഷോൾഡറിന്റെ ഭാഗത്തെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ എങ്ങനെയാണ് ഷോൾഡർ അടിക്കേണ്ടതും എന്നൊക്കെയാണ്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ബാക്ക് പീസിലെ നല്ല തുണിയെ ആദ്യം കൊണ്ടുവന്നിട്ടു. ഇടുമ്പോൾ നല്ല ഭാഗം നമുക്ക് കാണുന്ന രീതിയിലാണ് കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇടുമ്പോൾ മറിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചീത്ത ഭാഗം താഴെയാണ് കിടക്കേണ്ടത്. അതിന് നമുക്ക് കാണുന്ന രീതിയിൽ നല്ല ഭാഗം കൊണ്ടുവന്ന് വെക്കുക. അതിനുശേഷം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വരച്ചു വെച്ചിരുന്ന യു നെക്ക്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ഏത് നെക്കാണോ ആ വരച്ചിരിക്കുന്ന നെക്കിനെ നമുക്ക് കാണുന്ന രീതിയിൽ, അതായത് സൈഡ് ഷേപ്പ് വരച്ചിരിക്കുന്നത് ഉള്ളിലാണ് പോകുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. ഇപ്പോൾ വെച്ചിരിക്കുന്ന അനുസരിച്ച് ഇതുപോലെ ചീത്ത ഭാഗത്തേക്ക്, അതായത് അകത്തേക്കാണ്, നല്ല തുണി വന്നിരിക്കുന്ന ഭാഗത്തേക്കാണ് ഈ സൈഡ് ഷേപ്പ് നമ്മൾ ആദ്യം വരച്ചിരിക്കുന്നത് മുട്ടിക്കിടക്കേണ്ടത്. അപ്പോൾ തിരിഞ്ഞു വരുന്നത് കൊണ്ട് നമുക്ക് യൂനെക്ക് കാണുന്ന വിധത്തിലായിരിക്കും. യൂനെക്ക് മാത്രമല്ല, അല്ലെങ്കിൽ നെക്ക് മാത്രമല്ല, സിപ്പ് വരച്ചിരിക്കുന്ന അടയാളം കൂടി നമുക്ക് കാണുന്ന വിധത്തിലായിരിക്കും എന്നുള്ള കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്: നമ്മൾ കറക്റ്റായി ഫോൾഡ് ചെയ്ത ഭാഗം, അതായത് സെൻറ്റർ ഭാഗം നല്ല തുണിയുടെയും ലൈനിങ്ങിന്റെയും ഒരുപോലെ കൊണ്ടുവന്ന് വയ്ക്കുക. ഷോൾഡറിന്റെ ഭാഗം ഒരുപോലെ കൊണ്ടുവന്ന് വയ്ക്കുക. അതുപോലെ കൈക്കുഴിയും കൃത്യമായി വെക്കുക. നമ്മളിവിടെ പോയിന്റുകളൊക്കെ സൈഡിലൊക്കെ ഇട്ടിട്ടുണ്ട്. സ്ലിറ്റിന്റെ അവിടെയും വേസ്റ്റ് ലെങ്ത് -2 ഭാഗത്തുമൊക്കെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ആ ഭാഗങ്ങളെല്ലാം കൃത്യമായി വെച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നിങ്ങൾക്ക് തുടക്കക്കാരായ കുട്ടികൾക്ക് ഞാൻ ഈ പറയുന്നത് പോലെ ചെയ്യുമ്പോഴായിരിക്കാം ചുളിവുകളൊന്നുമില്ലാതെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ഈ മുകൾ ഭാഗത്ത് ഒരുപോലെ ആക്കി വെച്ചതിന് ശേഷം 1/4 ഇഞ്ച് അലവൻസിലിട്ട് അടിക്കുക. കൈക്കുഴിയുടെ ഭാഗത്ത് അടിക്കണ്ട നിങ്ങൾ, കാരണം നമുക്കത് അഴിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് മുകളിൽ അടിക്കുക. അതുപോലെ തന്നെ ഈ സൈഡിലും കൂടി നിങ്ങൾ സ്ലിറ്റ് ഭാഗം വരെ മാത്രം ഒന്ന് 2 ഭാഗത്തുമായിട്ട് നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് യൂനെക്കിനെ നിങ്ങൾ അടിച്ചു പോവുക എന്നുള്ളതാണ്. അപ്പോൾ ചുറ്റും, അതായത് കൈക്കുഴിയുടെ ഭാഗം രണ്ടും ഒഴിച്ച് മുകളിലും സൈഡിലുമായി അടിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ മെഷീനിൽ തുണി ഇടുമ്പോൾ നല്ല തുണിയും ലൈനിങ് തമ്മിൽ തെന്നിപ്പോകാതിരിക്കും. അപ്പോൾ ചെയ്യേണ്ടത് എന്താണ്? യൂനെക്ക് അടിക്കുക. യൂനെക്ക് അടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഈ സിബ് അടിക്കാനുള്ള, കട്ട് ചെയ്ത് പോകാനുള്ള ഭാഗമാണ് സെൻറ്ററിലുള്ളത്. അപ്പോൾ 2 ഭാഗത്തും 4 ഇഞ്ച് വീതമാണ് നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റിച്ചിങ് അലവൻസ്. ഇത് യൂനെക്കിന്റെ ഒരുപോലെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് യൂനെക്കിന് മാത്രമായിട്ട് അടിച്ചതിന് ശേഷം പിന്നീടാണ് ഇത് അടിച്ചു പോരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതായത് യൂനെക്കിന്റെ ഭാഗത്ത് നിന്നല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഒരു 1/2 ഇഞ്ചോളം മുകളിലേക്ക് അതേ ലെങ്ത് കടന്നു വരുന്ന രീതിയിൽ അല്പം കൂടി ഉയർത്തി വരയ്ക്കുക. ഉയർത്തി വരച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ യൂനെക്ക് അടിച്ചതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഈ മുകളിൽ നമ്മളിപ്പോൾ നീട്ടി വരച്ചിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് അടിക്കുക. അടിച്ച് ഈ താഴെ ഭാഗത്ത് എത്തുന്നത് വരെ അടിക്കുക. അടിച്ചതിന് ശേഷം ഇവിടെ ഒരു പോയിന്റ് ആയിട്ട് കുത്തി നിർത്താൻ ശ്രദ്ധിക്കുക. ഇവിടെ കുത്തി നിർത്തിയതിന് ശേഷം നമ്മൾ പിന്നീട് ചെയ്യേണ്ടത് എന്താണ്? ലിഫ്റ്റർ ഉയർത്തുക. അതിനുശേഷം തുണി നമ്മുടെ നേരെ തിരിക്കുക. തിരിച്ചതിന് ശേഷം അപ്പം ഇത് നമ്മുടെ നേരെ ആയിട്ട് വരും. ആദ്യം ഇങ്ങനെയാണ് വരുന്നതെങ്കിലും സൂചി കുത്തി നിർത്തി ലിഫ്റ്റർ ഉയർത്തിയിട്ട് തുണി നമ്മുടെ നേരെ തിരിക്കുമ്പോൾ ആ ഭാഗം നമ്മുടെ നേരെ മടിയിലേക്ക് കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് വീണ്ടും നമ്മൾ ഈ ഭാഗം വരെ എത്തിക്കുക. അപ്പോൾ
ഒറ്റ സ്റ്റിച്ച് ആയിരിക്കണം എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ടതാണ്. കാരണം നമുക്കിവിടെയെല്ലാം റീസ്റ്റിച്ച് വന്നു കഴിഞ്ഞാൽ മറിച്ചെടുക്കുമ്പോൾ ഇത് നമുക്ക് ചീത്ത ഭാഗത്തേക്ക് അടിച്ചു കൊണ്ടുപോകേണ്ടതാണ്. അപ്പോൾ 2-3 സ്റ്റിച്ചും ഒരേ ലൈനിലൂടെയാണ് നിങ്ങൾ അടിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല. അതല്ല, നേരെ മറിച്ച് നിങ്ങൾ 2ആയിട്ടും 3ആയിട്ടും ഒക്കെ അടിച്ചെടുക്കരുത്. പരമാവധി ഒറ്റ സ്റ്റിച്ചിൽ തന്നെ ഇവിടെ വരെ അടിക്കുക, ഇവിടെ നിന്ന് തിരിച്ച് അങ്ങോട്ടും എത്തുന്ന രീതിയിൽ ഒറ്റ സ്റ്റിച്ചിൽ തന്നെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. ഇത് കറക്റ്റ് ആയില്ല എന്ന് തോന്നുന്നുള്ളവർക്ക് അഴിച്ച് നെക്ക് അല്ലെങ്കിൽ ഈ ഭാഗമൊക്കെ ചെയ്യാവുന്നതാണ്. കട്ട് ചെയ്യുന്നതിന് മുമ്പായിരിക്കണം ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളിവിടെ മുകളിലും സൈഡിലും അടിക്കുന്നത് തുടക്കക്കാരായ കുട്ടികൾക്ക് ചെയ്താൽ മതിയാവും. നിങ്ങൾക്ക് പ്രാക്ടീസ് ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ, ഉറപ്പ് ഉണ്ട് എന്നുണ്ടെങ്കിൽ സൈഡിലും മുകളിലും അടിക്കാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെയ്തതിന് ശേഷം പിന്നീട് നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് ഈ സെൻറ്ററും കൂടി നമുക്ക് ഇവിടെ വരെ അടിച്ചിരിക്കുന്ന ഭാഗം കട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. അറ്റം വരെ ഇതുപോലെ തന്നെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ യൂനെക്ക് ആദ്യം കട്ട് ചെയ്ത് മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ തന്നെ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് അകത്ത് നിൽക്കുന്ന രീതിയിൽ നമുക്ക് യൂനെക്കിനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരിക്കലും സ്റ്റിച്ച് ചെയ്ത ഭാഗത്തേക്ക് കത്രിക പോകരുത് എന്നുള്ളതാണ്. 1/4 ഇഞ്ചിൽ കൂടുതൽ തയ്യൽ തുമ്പ് ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ യു വരുന്ന ഭാഗത്തൊക്കെ കൈയും കത്രികയും മാത്രമാണ് വളയ്ക്കേണ്ടത്. ഒരിക്കലും നിങ്ങൾ ക്ലോത്തിനെ നിങ്ങൾ കയ്യിലെടുത്ത് മറിച്ചോ തിരിച്ചോ അനക്കാതെ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യുവാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ യൂനെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇതിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് നമുക്കറിയാം, നമ്മൾ കഴുത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്ന നൂല് കട്ടായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഈ ഭാഗം നമുക്ക് കട്ട് ചെയ്ത് വേറെ എടുക്കാം. തൽക്കാലം ഈ യൂനെക്കിന്റെ ഭാഗം മാത്രം നിങ്ങൾ കട്ട് ചെയ്യുക. ഇത്രയും കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത് ഈ സിപ്പ് അടിച്ച ഭാഗത്തേക്ക് നീളത്തിൽ തയ്ച്ചിട്ടുണ്ട്. സെൻറ്ററിൽ തയ്ച്ചിട്ടുള്ളവർക്ക് ആ സെൻറ്ററിലൂടെ നമുക്ക് പോകാവുന്നതാണ്. അതല്ലാത്തവർക്ക് ഇതുപോലെ സെൻറ്ററിലൂടെ, അതായത് 2 ഭാഗത്തും 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് നിൽക്കുന്ന രീതിയിൽ നമുക്ക് അറ്റം വരെ കട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ പോയിന്റിലേക്ക് വരുമ്പോൾ നമ്മൾ അറ്റത്തെ നൂല് മുറിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ കട്ട് ചെയ്യുക. ഒട്ടും മുറിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ കട്ട് ചെയ്യേണ്ടത്. ഇനി അടുത്ത എന്താണ് നമുക്ക് ചെയ്യേണ്ടത് നോക്കാം. ഇനി നമ്മൾ ചെയ്യേണ്ട അടുത്ത കാര്യം, ഈ 2 ഭാഗങ്ങൾ, അതായത് സിബിനായി എടുത്തിരിക്കുന്ന ഈ 2 ഭാഗങ്ങളുടെ അറ്റം, അതായത് നമ്മുടെ നെക്ക് വന്ന് ജോയിന്റ് ആയിരിക്കുന്നതും മുകളിലേക്ക് നമ്മൾ പോയിരിക്കുന്നതുമായിരിക്കുന്ന ഈ കോർണർ നമുക്ക് ഷാർപ്പായിട്ടായിരിക്കും കിട്ടിയിരിക്കുന്നത്. ആ ഭാഗത്തെ തയ്യൽ തുമ്പ് അല്പം ഇതുപോലെ നിങ്ങൾ കട്ട് ചെയ്ത് കളയുക. അങ്ങനെ 2 ഭാഗത്തും കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ നിങ്ങൾ കയ്യിലേക്ക് എടുത്ത് പിടിച്ചുകൊണ്ട് ഈ കോർണറിലേക്ക് നേരെ കിട്ടുന്ന രീതിയിൽ ഇതുപോലെ ആ നൂല് മുറിയാത്ത രീതിയിൽ നമ്മൾ യൂനെക്കിൽ ചെയ്തതുപോലെ തന്നെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൽ ചെയ്യേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മൾ യൂനെക്കിൽ ചെയ്തതുപോലെ തന്നെ ഈ തയ്യൽ തുമ്പിലൂടെയും ഇടയ്ക്കിടയ്ക്കായി ഒന്ന് കട്ട് ചെയ്യുക. നമുക്കറിയാം, നീളത്തിലുള്ള ഒരേ സ്റ്റിച്ചുകൾ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് മറിക്കുന്ന സമയത്ത് ഇത് നമ്മളെ ശല്യപ്പെടുത്തുക എന്നുള്ളതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് ഇതുപോലെ ലെങ്ത്തിൽ വരുന്നതും അപ്പുറത്തേക്ക് മറിക്കേണ്ടതുമാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് തയ്യൽ തുമ്പിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് മറിച്ചെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് ഇത്രയും ഭാഗം ചെയ്യുക. ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ച് വേണം കട്ട് ചെയ്യാൻ. കാരണം ഷാർപ്പായിട്ടിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ അരികിൽ വരെ പോകാൻ പാടുള്ളൂ. കട്ടായി പോകരുത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. അഥവാ ആർക്കെങ്കിലും കട്ടായി പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ 1-2 സ്റ്റിച്ച് കൂടി താഴേക്ക് എടുത്ത് നിങ്ങൾക്ക് റീസ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഈ ഭാഗം മാത്രമായിട്ട് റീസ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. അത്രയും നീറ്റായിട്ടും ശ്രദ്ധിച്ചും വേണം അത് കട്ട് ചെയ്യാനെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത്, ഇതുപോലെ മുകളിലും സൈഡിലുമായിട്ട് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്നതുകൊണ്ട്, ഞാനിവിടെ അടിച്ചിട്ടില്ല, നിങ്ങൾക്ക് അടിച്ചിട്ടുള്ളവർക്ക് ഇതിനെ അഴിച്ചു മാറ്റുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അതായത് ഈ ഷോൾഡർ ഭാഗത്തും സൈഡിലുമായിട്ട് നമ്മൾ സ്ലിറ്റ് വരെ അടിച്ചിരുന്നു നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിന് മുൻപ്. അതിനെ നമ്മൾ അഴിച്ചു മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ അത് ആദ്യം നമുക്ക് അഴിച്ചു മാറ്റാം. അതിനുശേഷം എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം. ഇത് അഴിച്ചെടുത്തതിന് ശേഷം പിന്നീട് നമ്മൾ ചെയ്യുന്നത്,
ഈ ലൈനിങ്ങിന്റെ ഉള്ളിലൂടെ നിങ്ങളുടെ ഒരു വിരൽ അകത്തേക്ക് ഇടുക. ഇട്ടതിന് ശേഷം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഭാഗത്തേക്ക് ഇതുപോലെ ഷാർപ്പായിട്ടുള്ള എന്തെങ്കിലും, അതായത് പിന്നോ മുട്ടുസൂചിയോ അതുപോലെ ഷാർപ്പായിട്ടുള്ള ഏതെങ്കിലും ഒരു ഭാഗം കറക്റ്റായി ഈ പോയിന്റ് വന്നിരിക്കുന്ന ഭാഗത്ത്, അതായത് നെക്കും മുകളിലേക്ക് നമ്മൾ സിപ്പിനായി അടിച്ചിരിക്കുന്ന ഭാഗവും തമ്മിൽ ജോയിന്റ് ആയിരിക്കുന്ന ഭാഗത്ത് ഒരു സ്ക്വയർ ഷേപ്പിലാണ് വന്നിരിക്കുന്നത് നമുക്കറിയാം. ആ ഭാഗത്ത് ഇതുപോലെ ഈ കോർണറിൽ കൊണ്ടുവന്ന് കറക്റ്റായി നിങ്ങളുടെ കൈവശമുള്ള സൂചിയോ എന്ത് തന്നെയാണെങ്കിലും പിന്നോ കൊണ്ടുവന്ന് അതിൻ്റെ അറ്റം വയ്ക്കുക. വെച്ചതിന് ശേഷം ഇതുപോലെ പതുക്കെ ഈ ഭാഗത്തേക്ക് നിങ്ങൾ അകത്ത് വെച്ചിരിക്കുന്ന ആ വിരലിലേക്ക് ഒന്ന് പിടിക്കുക, കുത്തിക്കൊടുത്തുകൊണ്ട് പിടിക്കുക. പിടിച്ചതിന് ശേഷം നമ്മൾ അതിൽ പിടിച്ചതിന് ശേഷം ഇങ്ങനെ നിവർത്തുക. നിവർത്തുമ്പോൾ നമുക്ക് ഷാർപ്പായിട്ട് ഈ ഭാഗം നമുക്ക് വരുന്നതായിരിക്കും. ഇതുപോലെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇതുപോലെ വരും. പിന്നെ നിങ്ങൾ കയ്യിലുള്ള സൂചി കൊണ്ടോ ഇതിൻ്റെ അറ്റത്ത് ഒന്നുകൂടി ഇങ്ങനെ അമർത്തിയാൽ കറക്റ്റ് ഷേപ്പിലായിട്ട്, അതായത് സ്ക്വയർ ഷേപ്പിലായിട്ട് നമുക്ക് ഇതുപോലെ കിട്ടുന്നതാണ്. ഇതുപോലെ തന്നെ രണ്ട് ഭാഗവും നമ്മൾ ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്തും അങ്ങനെ ചെയ്തു കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഈ ലൈനിങ്ങിനെ നിങ്ങൾ ഈ ഭാഗത്തുകൂടി അകത്തേക്ക് എടുക്കുക. അതായത് ഇപ്പം തീർത്തും ലൈനിങ് ചീത്ത ഭാഗത്തേക്ക് നമ്മൾ അടിച്ചു മറിച്ച് എടുത്തു കഴിഞ്ഞു. ഇങ്ങനെ എടുക്കുക. എടുത്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് നെക്കിൻ്റെ മുകളിലൂടെ അടിക്കാനുണ്ട്. അതുപോലെ തന്നെ സിപ്പ് നമുക്ക് വയ്ക്കുവാനുണ്ട്. ഈ സിപ്പൊക്കെ വയ്ക്കുന്നതിന് മുൻപ് നമുക്ക് ലൈനിങ്ങും നല്ല പീസും തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. പക്ഷേ അതിന് മുൻപായിട്ട് മുകളിൽ ജോയിൻറ്റ് ചെയ്യുന്നത്, അതായത് ഷോൾഡറിൻ്റെ ഭാഗത്ത് ജോയിൻറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഫ്രണ്ട് ഭാഗത്തെ തയ്യൽ തുമ്പും ബാക്കിലെ തയ്യൽ തുമ്പും കാണാത്ത രീതിയിൽ, അതായത് തയ്യൽ തുമ്പ് നമ്മുടെ ബോഡിയിൽ ടച്ച് ചെയ്യാത്ത രീതിയിൽ എങ്ങനെയാണ് ഫിനിഷിങ്ങിൽ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഷോൾഡറിൻ്റെ ഭാഗവും നെക്കും തൽക്കാലം ഒന്നും ചെയ്യാതെ വിടുക. അത് എന്താണ് ചെയ്യേണ്ടത് നമുക്ക് പറയാം. അതിന് മുൻപായിട്ട് നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ ഭാഗം നിങ്ങൾക്ക് ചുളിവുകളൊന്നുമില്ലാതെയും കട്ടായി നിൽക്കുന്ന രീതിയിലും അല്ലാതെ എന്ന് ഉറപ്പിക്കുക. എന്നിട്ട് കൈക്കുഴിയുടെ താഴെ നിന്ന് നമ്മളിവിടെ പോയിന്റുകൾ ഇട്ടിരിക്കുന്ന അനുസരിച്ച് അറ്റം വരെ സാധാരണ നമ്മൾ ചുരിദാറിൻ്റെ ടോപ്പിൽ ചെയ്യുന്നത് ലൈനിങ്ങും നല്ല തുണിയും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന പോലെ ചെയ്യുക. അതിന് മുൻപായിട്ട് ലൈനിങ്ങിൻ്റെ അടിമടക്കി തയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷമായിരിക്കണം നിങ്ങൾ ഈ ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതായത് രണ്ട് വശവും മാത്രം സ്റ്റിച്ച് ചെയ്യുക. നെക്ക്, ഷോൾഡർ എന്നീ ഭാഗങ്ങൾ തൽക്കാലം ഒന്നും ചെയ്യാതിരിക്കുക. ഇത്രയും ഭാഗം നമുക്ക് ചെയ്തിട്ട് വരാം. ഇനി അടുത്തായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ സിബിനെ എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മുടെ ബോഡി പീസിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ സിബിൻ്റെ ഈ ഹെഡ് വരുന്ന ഭാഗം നമ്മൾ കയ്യിലെടുക്കുക. കയ്യിലെടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കടത്തി വെച്ച് കൊടുക്കുക. വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള ഇറക്കത്തിലായിരിക്കണം സിബിൻ്റെ ഹെഡ് കൊണ്ടുവന്ന് വെക്കേണ്ടത്. അതായത് ഏറ്റവും ഉയർത്തി ഈ അറ്റത്തേക്ക് ഇതിൻ്റെ അറ്റം ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാതെ ഒരല്പം, അതായത് ഒരു 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയിലുള്ള അളവിൽ ഇതിൻ്റെ അറ്റം താഴ്ത്തി വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ വയ്ക്കുക. വെച്ചതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് ഇത്രയും ഭാഗം, അതായത് നമ്മുടെ ബോഡിയിൽ ഇട്ടതിന് ശേഷം ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ പറഞ്ഞ പോലെ 1/4 ഇഞ്ചിനും 1/2 ഇഞ്ചിനും ഇടയിൽ ഈ സിബിൻ്റെ ഈ അറ്റം താഴ്ത്തി ഇങ്ങനെ ഒരല്പം ഹൈഡ് ചെയ്ത് വെക്കുക, ഒളിച്ചു വെക്കുക. വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് കെട്ടിട്ട് അടിച്ചു വരിക. അടിച്ചു വരുമ്പോൾ ഈ കട്ടിയുള്ള ഭാഗം വരുമ്പോൾ അല്പം നിങ്ങൾ ലിഫ്റ്റ് ഉയർത്തി കൊടുത്ത് സ്റ്റിച്ച് ചെയ്താൽ, നമ്മൾ കെട്ടിടുന്ന സമയത്ത് ചെയ്യുന്നത് പോലെ ചെയ്താൽ ഈ കട്ടിയുള്ള ഭാഗം ഇങ്ങോട്ട് കടന്നു പോരുന്നതായിരിക്കും. പിന്നീട് നമ്മൾ അറേഞ്ച് ചെയ്യേണ്ടത് അല്പമായി ഈ സിബിനെ അല്പമായി അഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ വയ്ക്കുന്ന സിബിന് ഇവിടെ ഒരു ക്ലാമ്പ് പോലെ ഉണ്ടാവും. ആ ക്ലാമ്പ് വരുന്ന ഭാഗത്തും ഇതുപോലെ ലിഫ്റ്റർ ഉയർത്തി തന്നെ അടിക്കുവാൻ ശ്രദ്ധിക്കുക. അത് കടന്ന് ഇപ്പുറത്തേക്ക് വന്നതിന് ശേഷം, ആ ക്ലാമ്പിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ പല്ല് വരുന്ന ഭാഗം മാത്രം നിർത്തിക്കൊണ്ട് അല്പമായി ഓരോ സ്റ്റെപ്പ് തയ്ക്കുന്നതിനനുസരിച്ചും ഈ സിബിൻ്റെ ഹെഡിനെ അല്പമായി നീക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ പല്ലിൻ്റെ അരികിലൂടെ മാത്രമാണ് പതുക്കെ വളരെ സ്ലോയിൽ സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, സിബും അതുപോലെ തന്നെ ഈ ക്ലോത്തും ഒട്ടും വലിക്കാതെ പതുക്കെ വെച്ച് കൊടുത്ത് തയ്ക്കാൻ മാത്രമേ പാടുള്ളൂ.
ഒരു കാരണവശാലും സിബിനെയോ ക്ലോത്തിനെയോ നിങ്ങൾ വലിക്കരുത്. കാരണം വലിച്ച് തയ്ച്ചാൽ അവസാനം വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്പം സിബ് കൂടുതലായിട്ട് അല്ലെങ്കിൽ ക്ലോത്ത് കൂടുതലായിട്ടൊക്കെ വരാം. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഈ ഹെഡ് അല്പാൽപമായി നീക്കി കൊടുത്തുകൊണ്ട് ഈ പല്ല് മാത്രം പുറത്ത് നിൽക്കുന്ന രീതിയിൽ അതിൻ്റെ അരികിലൂടെ പതിയെ അടിച്ച് ഓരോ തവണ അടിക്കും തോറും ഈ ഹെഡിനെ അല്പാൽപമായി മാത്രം, ഒരിക്കലും ഫുള്ള് തുറന്ന് വയ്ക്കരുത്, അല്പം മാത്രം അടിക്കുക. നിങ്ങൾ ഹെഡ് ഇവിടെ നിൽക്കുന്ന സമയത്ത് ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് തീരുന്നതെങ്കിൽ അവിടെ സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തിന് ശേഷം വീണ്ടും ഇതിനെ അല്പം താഴ്ത്തുക. അതായത് ഹെഡിൻ്റെ തൊട്ടരികിൽ വരുന്നത് വരെ സൂചി തയ്ച്ച് വയ്ക്കരുത് എന്നതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഹെഡ് ഇവിടെ നിൽക്കുകയാണെങ്കിൽ അല്പം മുന്നിൽ വെച്ച് തന്നെ നിങ്ങൾ സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തിന് ശേഷം ഹെഡിനെ അല്പം താഴ്ത്തി കൊടുത്ത് തന്നെ തയ്ക്കുക. അങ്ങനെ തയ്ച്ച് നമ്മൾ എവിടെയാണ് എത്തേണ്ടത്? അങ്ങനെ തയ്ച്ച് നമ്മുടെ ഹെഡ് ഏറ്റവും അടിയിലേക്ക് എത്തുന്നതിന് ഒരല്പം മുൻപ്, അതായത് ഇവിടെയാണ് ഞാൻ കെട്ടിട്ടിരിക്കുന്നത്, അതായത് വി ഷേപ്പ് വന്നിരിക്കുന്നത്, അതിന് ഒരല്പം മുൻപ് തന്നെ ഹെഡ് അഴിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം ഈ ഭാഗത്ത് നിങ്ങൾ സൂചി കുത്തി നിർത്തിയിട്ടുണ്ടാവും. സൂചി കുത്തി നിർത്തി നിൽക്കുന്ന സമയത്ത് നിങ്ങൾ ഒരല്പം സൂചിയെ മാത്രം പുറത്തേക്ക് എടുക്കുക ലിഫ്റ്റ് ഉയർത്തിയിട്ട്. എന്നിട്ട് ഈ സൂചി കുത്തി നിർത്തി ഇതിനെ കറക്റ്റായി വെച്ചതിന് ശേഷം നമ്മൾ ഈ ക്ലോത്തിനെ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ത്രെഡ് നമ്മൾ മെഷീനിൽ നിന്ന് അല്ലെങ്കിൽ സൂചിയിൽ നിന്ന് കട്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ പുറത്തേക്ക് ഇങ്ങനെ എടുത്തതിന് ശേഷം, അപ്പോൾ സൂചി ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ക്ലോത്തിനെ അല്പം പുറത്തേക്ക് എടുത്തതിന് ശേഷം പിന്നീട് ചെയ്യേണ്ടത് എന്താണ്? ഈ സിബിൻ്റെ ഹെഡ് നമ്മൾ സാധാരണ സിബ് ഇടുന്നത് പോലെ വലിച്ച് മുകളിലേക്ക് ആക്കി വെക്കുക. മുകളിലേക്ക് കംപ്ലീറ്റ് വലിച്ചിട്ടതിന് ശേഷം നിങ്ങൾ പിന്നീട് ചെയ്യേണ്ടത് എന്താണ്? അതായത് നമ്മൾ ഇവിടെയാണ് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. കാരണം താഴേക്ക് നമുക്ക് വി ഷേപ്പിലേക്ക് പോകുവാനുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തി നമ്മുടെ ക്ലോത്തിനെ പുറത്തേക്ക് എടുത്തതിന് ശേഷമാണ് ഹെഡ് വലിച്ച് മുകളിലേക്ക് എത്തിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും നമുക്ക് താഴേക്ക് എത്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഹെഡ് മുകളിലെത്തിയതിന് ശേഷം പിന്നീട് നമ്മൾ ഇതേ പല്ലിൻ്റെ അരികിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഈ വി ഷേപ്പിൻ്റെ താഴേക്ക് കൂടി ഒരു ഇഞ്ച് കൂടി പല്ലിൻ്റെ അരികിലൂടെ തന്നെ അടിക്കുക. 1/2 ഇഞ്ചാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? സൂചി നമ്മുടെ പല്ലിൻ്റെ അരികിലായി കുത്തി നിർത്തിയതിന് ശേഷം ലിഫ്റ്റ് ഉയർത്തിയിട്ട് നമ്മുടെ ക്ലോത്തിനെ നമ്മൾ ഇങ്ങനെ നമ്മുടെ നേരെ തിരിക്കുന്നു. നമ്മുടെ നേരെ ഇങ്ങനെ തിരിക്കുമ്പോൾ നമ്മുടെ നേരെ സൂചി ഇവിടെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾ ഇത്രയും ഭാഗമാണ്. അപ്പോൾ നമ്മുടെ ക്ലോത്തിന് ചുളുക്കുകളൊന്നും ഇല്ലാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് ചുളുക്ക് വന്നു കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമുക്ക് രണ്ടാമത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, അഴിച്ച് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ഓർക്കുക. അപ്പോൾ 1/2 ഇഞ്ച് താഴത്തേക്കാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചതിന് ശേഷം സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തിയിട്ട് തുണിയെ നമ്മുടെ നേരെ തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പല്ല് മാത്രമായിട്ടാണ് ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഇത്രയും ഭാഗം നമ്മൾ സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തിയതിന് ശേഷം വീണ്ടും നമ്മൾ പല്ലിൻ്റെ അരികിലൂടെ നമ്മൾ ഇപ്പുറത്തേക്കാണ് നമുക്കിനി പോരേണ്ടത്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഇവിടെ സൂചി കുത്തി നിർത്തുമ്പോൾ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ട ഒന്ന്, ഈ ഭാഗത്തെ ക്ലോത്തിനെ ഇതുപോലെ നമ്മുടെ പല്ല് കാണാത്ത രീതിയിലേക്ക് മുട്ടിച്ച് വെക്കുക. പല്ല് കാണാത്ത രീതിയിൽ മുട്ടിച്ച് വെക്കുക എന്ന് പറയുന്നത്, നമ്മൾ അപ്പുറത്ത് അടിച്ച ഭാഗത്ത് പല്ല് മാത്രമാണ് കണ്ടിരുന്നത്, ആ പല്ലിനെ പോലും കാണാത്ത രീതിയിൽ ഇവിടെ നിങ്ങൾ ചേർത്ത് വെക്കുമ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മുകളിലെ ഭാഗം ഒരുമിച്ച് തന്നെയാണോ എന്നാണ്. അതല്ല നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലുകളാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോഴേ തന്നെ അഴിച്ചത് ക്ലിയർ ചെയ്തിട്ട് മാത്രം ഈ ഭാഗത്തേക്ക് പോരുക. അപ്പോൾ നമ്മളിവിടെ കുത്തി നിർത്തിയിരിക്കുന്ന സൂചിയെ പതുക്കെ നമ്മൾ പല്ലിൻ്റെ അടുത്തേക്കല്ല ഇനി നമ്മൾ പോകുന്നത്, 1/2 ഇഞ്ച് ഇപ്പുറത്തേക്ക് നീങ്ങി നമ്മുടെ സിബിൻ്റെ അറ്റത്തുള്ള ക്ലോത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഈ പല്ലിൻ്റെ അടുത്ത് നിന്ന് നേരെ സിബിൻ്റെ ക്ലോത്തിലേക്ക് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇവിടെ ഇങ്ങനെ കൂടിയിരിക്കാനായിട്ട് ഒരുമിച്ച് തന്നെ ഇരിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് മാത്രമാണ് നമ്മൾ ഈ ഭാഗത്തേക്ക് വന്ന് ഇവിടെ 1/2 ഇഞ്ചിൽ വന്ന് സൂചി കുത്തി നിർത്തി ലിഫ്റ്റ് ഉയർത്തിയതിന് ശേഷം പിന്നീട് വീണ്ടും നമ്മൾ നമ്മുടെ ക്ലോത്തിനെ ഇങ്ങനെ തിരിക്കുന്നു. തിരിച്ചതിന് ശേഷം അപ്പോൾ നമ്മുടെ ഈ ഭാഗം രണ്ടും ഒരുമിച്ചാണ് ഇരിക്കുന്നതെന്ന് നമുക്കറിയാം.
അപ്പോൾ ഈ ഭാഗത്ത് നിന്ന്, അതായത് വി ഷേപ്പ് വന്നിരിക്കുന്നത് ഇവിടെ ആണെങ്കിലും അരയിഞ്ച് താഴ്ത്തിയാണ് നമ്മൾ അടിച്ചിരിക്കുന്നത്. അത് ഒരല്പം പല്ലിൻ്റെ അടുത്ത് നിന്ന് നീങ്ങി സിബിൻ്റെ ക്ലോത്തിൽ അരയിഞ്ച് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഇപ്പോൾ കുത്തി നിർത്തിയിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ നേരെ ക്ലോത്തിനെ, അതായത് നമ്മുടെ ബോഡി പീസിനെ ആക്കുക. അതിനുശേഷം ഈ അരികിലൂടെ, അതായത് നേരത്തെ പല്ലിൻ്റെ അടുത്ത് കൂടിയാണ് പോയിരുന്നതെങ്കിൽ ഈ ക്ലോത്തിൽ, റൈറ്റ് സൈഡിൽ വരേണ്ട ക്ലോത്തിൽ നമ്മൾ അടിക്കുന്നത് അരയിഞ്ച് നീക്കിയുള്ള സ്റ്റിച്ചായിരിക്കും, തൊട്ടരികിലൂടെ അല്ല. അതായത് ഇവിടെ നമ്മൾ ഈ ഭാഗത്തെ അരികിലൂടെയാണ് സ്റ്റിച്ച് ചെയ്തതെങ്കിൽ ഇതിൽ വരുന്നത്, റൈറ്റ് സൈഡിൽ വരേണ്ട ഭാഗത്ത് വരുന്നത് അരയിഞ്ച് നീക്കിയാണ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോഴാണ് ഇത് രണ്ടും തമ്മിൽ ഇങ്ങനെ കൂടിയിരിക്കുന്നത്. അത് ഈ ഭാഗത്ത് വരുമ്പോൾ തന്നെ നിങ്ങൾ അറേഞ്ച് ചെയ്തിട്ട് വേണം ഇങ്ങോട്ട് പോരാനെന്ന് മാത്രം. ഇങ്ങനെ അടിച്ച് നമ്മൾ നേരെ മുകളിലേക്ക് എത്തുന്നു. മുകളിലെത്തിയതിന് ശേഷം ആ അറേഞ്ചിൽ തന്നെ അടിച്ച് കെട്ടിട്ട് തീർക്കുന്നു. ഇതാണ് നമ്മൾ സിബ് ചെയ്യേണ്ട മെത്തേഡ്. ഇത് ഒരല്പം പതുക്കെ സാവകാശം ചെയ്യേണ്ട കാര്യമാണ്. കാരണം ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ്. എന്നാൽ നമ്മുടെ സിബിൻ്റെ പല്ലോ സിബോ പുറത്ത് കാണാത്ത രീതിയിലും കൂടി ആയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് ചുളിവുകളൊന്നുമില്ലാതെ, മുകളിൽ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ലാതെ വേണം ഇത് ചെയ്യുവാനെന്നുള്ള കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം മുകളിൽ ഏറ്റക്കുറച്ചിൽ വന്നാൽ നമ്മൾ ഹുക്കും ഐയും പിടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പിടിപ്പിക്കുന്ന സമയത്ത് ഏറ്റക്കുറച്ചിൽ ഏതെങ്കിലും ഒന്ന് വന്നാൽ ഒരു ഭാഗം ഇങ്ങനെ ചുളുങ്ങി ഒരു ഹോള് പോലെ വരുന്നതായിട്ട് പലരുടെയും ഡ്രസ്സിലുണ്ടാവാം. ഇതുപോലെയുള്ള ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകൾ നമ്മൾ അവഗണിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള മിസ്റ്റേക്സ് വരുന്നത്. അപ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് ആദ്യം തന്നെ സിബും നമ്മുടെ ബോഡി പീസും വലിക്കരുതെന്നും അതുപോലെ തന്നെ ഓരോ തവണ ചെയ്തു പോകുമ്പോഴും വളരെ ശ്രദ്ധിച്ച് സാവകാശം ചെയ്യുക എന്നൊക്കെ പറയുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുഴുവനും അഴിച്ചിട്ട് വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഈ സിബിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ സിബ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് കാണാൻ സാധിക്കും രണ്ടറ്റവും, അതായത് കഴുത്തിന് രണ്ടറ്റവും ഒരുപോലെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ ഇതാണ് സിബ് അടിക്കുമ്പോൾ ഒരു ഭാഗത്ത് വരുന്നത്, ഒരു ഭാഗത്ത് നമ്മുടെ പല്ലിൻ്റെ തൊട്ടരികിലായിട്ടാണ് അടിച്ചിരിക്കുന്നത്. ഇതുപോലെ കവർ ചെയ്ത് നിൽക്കുമ്പോഴാണ് സിബ് വെച്ചിരിക്കുന്നത് പുറമെ കാണാത്ത രീതിയിൽ വരുന്നത്. ഇതിപ്പോൾ നമുക്ക് സിബിനെ തുറക്കുമ്പോഴും ചുളുക്കോ ഒന്നുമില്ല, ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഷോൾഡറിൻ്റെ ഭാഗത്ത് തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ ജോയിൻ ചെയ്യേണ്ടതെന്നാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് പഠിക്കുന്നത്. അതായത് സാധാരണയായിട്ട് ചില ആളുകൾ ചെയ്യുന്നത് ഇങ്ങനെ വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇവിടെ കെട്ടിട്ട് അറ്റം വരെ അടിക്കുമ്പോൾ നമ്മൾ മറിച്ചെടുക്കുമ്പോഴും ഇതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ മുട്ടുന്നതായിരിക്കും തയ്യൽ തുമ്പ്. നമുക്ക് അങ്ങനെയല്ല വേണ്ടത്. അതായത് നല്ല ഭാഗവും കൂടി ഫ്രണ്ടും ബാക്കും തമ്മിൽ ഒരുമിച്ച് നെക്കിൻ്റെ ഭാഗം ഒരുമിച്ച് വയ്ക്കുക. വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഈ ഉള്ളിലുള്ള ലൈനിങ്ങിനെ, അതായത് ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുത്തതിന് ശേഷം എന്താണ് ചെയ്യുന്നത്, കഴുത്തിൻ്റെ ഭാഗം ഒരുമിച്ച് തന്നെ വയ്ക്കാനും അതുപോലെ ഈ മുകൾ ഭാഗം, ഷോൾഡറിൻ്റെ മുകൾ ഭാഗം ഒരുപോലെ വയ്ക്കുവാനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും നമ്മൾ ഇത് നീങ്ങിയിരിക്കുവാനായിട്ട്, ഈ ഭാഗം രണ്ടും നീങ്ങിയിരിക്കുവാനായിട്ട് ഇടവരരുത്. ഇത് ഇങ്ങനെ വെച്ച് കൊടുത്തുകൊണ്ട് ഈ ലൈനിങ്ങിനെ, ബാക്ക് പീസിൻ്റെ ലൈനിങ്ങിനെ നമ്മൾ ഇപ്പുറത്തേക്ക് എടുക്കുക. ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ ഒരുമിച്ച് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമ്മൾ ഒരുമിച്ച് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇങ്ങനെ വയ്ക്കുമ്പോൾ നല്ല ഭാഗത്തുള്ള ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ബാക്കിൽ നിന്ന് ലൈനിങ്ങിനെ കൊണ്ടുവന്ന് പൊതിഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇവിടെ ബാക്ക് പീസിൻ്റെ നല്ല തുണി മാത്രമാണുള്ളത്. ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലാക്കി തരാം. അതായത് നമ്മുടെ ബാക്ക് പീസും ഇത് ഫ്രണ്ട് പീസിൻ്റെയും ഷോൾഡറുകൾ തമ്മിൽ ഇങ്ങനെ വയ്ക്കുക. ഇങ്ങനെ വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ നെക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം ബാക്കിലെയും ഫ്രണ്ടിലെയും ഒരുപോലെ വയ്ക്കുക. അതുപോലെ തന്നെ മുകൾ ഭാഗത്ത് ഷോൾഡറിൻ്റെ അറ്റവും വയ്ക്കുക. ഒരുപോലെ ആയിരിക്കേണ്ട രണ്ട് ഭാഗങ്ങൾ ഇതൊക്കെയാണ്. എന്നിട്ട് ഈ ലൈനിങ് പീസിനെ നമ്മൾ കൈക്കുഴിയുടെ ഭാഗം ജോയിൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ പുറകിൽ നിന്ന് ഈ ഫ്രണ്ടിലെ ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ പൊതിഞ്ഞെടുത്തിട്ട് എല്ലാം കൂടി ഒരുമിച്ച് വെച്ച് നമ്മൾ 1/2 ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ടുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സ്റ്റിച്ച് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക. അതിനുശേഷം
ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാണിക്കുന്ന രീതിയിൽ നിവർത്തി എടുത്ത് നോക്കിയിട്ട് കറക്ഷൻ ഒന്നും ഇല്ല എന്ന് ബോധ്യം വന്നതിന് ശേഷം മാത്രം രണ്ടാമത്തെ സ്റ്റിച്ച് കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് ഇത് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇപ്പം നമ്മളിതിവിടെ അടിച്ചിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് തിരിച്ചെടുക്കാം. തിരിച്ചെടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ബോധ്യം വന്നാൽ ഈ ഭാഗത്തുള്ള തയ്യൽ തുമ്പിനെ ഒരല്പം ഒന്ന് ചരിച്ച് കട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതായത് ഇതുപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്താൽ ഇതിൻ്റെ തടിപ്പ് കൂടുതൽ കട്ടിയുള്ള ഭാഗം ഒഴിവായി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് ഒന്ന് മറിച്ച് നോക്കാം. ഇതുപോലെ നിങ്ങളിങ്ങനെ മറിക്കുക. അതായത് രണ്ട് കഴുത്തിൻ്റെയും നല്ല ഭാഗങ്ങൾ തമ്മിൽ വലിക്കുമ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഫിനിഷിങ്ങിലായിരിക്കും കിട്ടുന്നത്. അതായത് ഈ ഭാഗത്തൊന്നും നീണ്ടു നിൽക്കാതെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ ചീത്ത ഭാഗം. അതായത് ഷോൾഡർ നമ്മുടെ ബോഡിയിൽ മുട്ടിക്കിടക്കുന്ന ഭാഗമാണിത്. അപ്പോൾ തയ്യൽ തുമ്പ് കൃത്യമായിട്ട് രണ്ടിൻ്റെയും അകത്തേക്ക് പോയിട്ടുണ്ടെന്ന് മാത്രമല്ല ഈ ഭാഗത്തും നല്ല നീറ്റായിട്ട് നമുക്ക് എങ്ങനെയാണ് ഷോൾഡർ കൂട്ടേണ്ടതെന്ന് മനസ്സിലായി കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ തന്നെ രണ്ട് സൈഡിൽ നിങ്ങൾ ചെയ്യുക. ഒരിക്കലും ഈ ഭാഗത്ത് നീണ്ടു നിൽക്കുന്നതായിട്ട് തോന്നിക്കഴിഞ്ഞാൽ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യരുത്. മറിച്ച് അഴിച്ചെടുത്തതിന് ശേഷം വീണ്ടും റീസ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ടത് പറയാനുള്ളത്, നമുക്ക് ബാക്ക് പീസിൽ യൂനക്ക് നമ്മൾ പതിച്ചടിച്ചിട്ടില്ല. അതായത് നമ്മൾ ലൈനിങ് പിടിപ്പിച്ച് സിബ് വയ്ക്കുന്നതിന് ആവശ്യമായ രീതിയിൽ മറിച്ചടിച്ചിട്ടില്ല. അതായത് പുറമേ കൂടെ അടിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് കുറച്ചുകൂടി ഉറപ്പിക്കുവാനായിട്ട് ഇനിയാണ്, അതായത് ഷോൾഡർ ജോയിൻ്റ് ചെയ്തതിന് ശേഷമാണ്, ഇതുപോലെ ചെയ്യുമ്പോൾ മാത്രമാണ് അങ്ങനെ ആവശ്യം വരുന്നത്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ തൊട്ടരികിലൂടെ, ഈ യു ഷേപ്പിൻ്റെ തൊട്ടരികിലൂടെ യൂനെക്കിനെ ഒന്നുകൂടി അടിച്ച് ഉറപ്പിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾ ഇതുപോലെ അടിച്ചിട്ട് ഒരു കാരണവശാലും നിങ്ങൾ ഫ്രണ്ടും ബാക്കും തമ്മിൽ ഇപ്പോൾ കാണിച്ച രീതിയിൽ ജോയിൻ്റ് ചെയ്യരുത്. കാരണം പതിച്ചടിച്ച, അതായത് മുകളിലൂടെ അടിച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ജോയിൻ്റ് ചെയ്യുവാനാണ് നിൽക്കുന്നതെങ്കിൽ ഈ ഭാഗത്ത് ഒരു വളവോ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള ഡിഫറൻസോ നിങ്ങൾക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്യുമ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾ പുറമേ ഈ സിബ് വയ്ക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മുകളിലൂടെ യൂനെക്കിൻ്റെ മുകളിലൂടെ അല്ലെങ്കിൽ ബാഗിലെ നെക്കിൻ്റെ മുകളിലൂടെ അടിച്ചതിന് ശേഷം ഇതുപോലെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യരുത്. ഷോൾഡർ ജോയിൻ്റ് ചെയ്തതിന് ശേഷം മാത്രമായിരിക്കണം നിങ്ങൾ ഇതുപോലെ മുകളിലൂടെ ബാക്കിലെ നെക്കിൻ്റെത് അടിക്കേണ്ടത് എന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ നമ്മൾ കംപ്ലീറ്റ് ഫിനിഷ് ചെയ്തതിന് ശേഷം, അതായത് നമ്മുടെ മൊഡ്യൂൾ 9 മുതൽ ഓർഡിനറി ചുരിദാർ ടോപ്പിൻ്റെ മെത്തേഡുകൾ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും സ്ലീവിൻ്റെതും നെക്കിൻ്റെതും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ചാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് ഓർക്കുക. മൊഡ്യൂൾ 9 ശേഷം വന്നിരിക്കുന്ന അതിനോടനുബന്ധിച്ച കാര്യങ്ങളിൽ ഇതെല്ലാം വിശദമായി പറയുന്നുണ്ട്. ആരെങ്കിലും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കിനി ഇതെന്താണ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. നമ്മൾ ഈ പാറ്റേൺ അനുസരിച്ച് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് മറ്റതിനെ അപേക്ഷിച്ച് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് തിയറിയും പ്രാക്ടിക്കലും ഒക്കെ ഡ്രോയിങ്ങും ഒക്കെ വെച്ച് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ബാക്കി ഉള്ള കാര്യങ്ങൾ, അതായത് സ്ലീവ് പിടിപ്പിക്കുന്നതും ജോയിൻ്റ് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും സ്ലിറ്റ് അടിക്കുന്നതും എല്ലാം മൊഡ്യൂൾ 9 പറഞ്ഞിരിക്കുന്ന മോഡൽ അനുസരിച്ചുള്ളത് തന്നെയാണ്. അപ്പോൾ ഇനി നിങ്ങൾ ഇതിൽ കൂടുതലായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ വലതുഭാഗമായിട്ട് ഇട്ടതിന് ശേഷം വരുന്നത് ബാക്കിൽ ഈ സൈഡാണ്. അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് സിപ്പ് അടിച്ച ഭാഗത്തെ ഒരു ഭാഗം ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ളതായിരിക്കും. അപ്പോൾ ആ ഭാഗത്താണ് നിങ്ങൾ ഹുക്ക് കൊണ്ടുവന്ന് വെക്കേണ്ടത്. ഹുക്ക് വെക്കുമ്പോൾ ശ്രദ്ധിക്കുക, പുറത്തേക്ക് തള്ളിയിരിക്കാത്ത രീതിയിൽ തന്നെ ഹുക്ക് പിടിപ്പിക്കുക. അതുപോലെ ഐ വെക്കേണ്ടത് നമ്മൾ പല്ല് കാണുന്ന സൈഡിൽ, പല്ലിൻ്റെ അല്പം കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതിലായിരിക്കണം നമ്മൾ ഐ ഇതിനോട് ചേർത്ത് തന്നെ കൊണ്ടുവന്ന് വെക്കേണ്ടത്. അപ്പോൾ രണ്ടും കൂടി ചേർത്ത് വെച്ചതിന് ശേഷം ഹുക്ക് ഇടുമ്പോൾ നമ്മുടെ യൂനക്ക് ഇതുപോലെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഷേപ്പ് കിട്ടുന്നതായിരിക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ 4 ഇഞ്ച് പുറത്തേക്ക് നെക്ക് വരയ്ക്കുന്ന സമയത്ത് ഇത് എടുത്തത് കൊണ്ടാണ് ഈ ഷേപ്പ് കൃത്യമായി വന്നിരിക്കുന്നത്. ഇല്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബോട്ടിൻ്റെ ഷേപ്പായിരിക്കും, ബോട്ട് നെക്കിൻ്റെ ഷേപ്പായിരിക്കും ഇവിടെ വരുന്നത്. ഇതുപോലെ കറക്റ്റ് യൂനക്ക് നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വരച്ച സമയത്ത് 4 ഇഞ്ച് നീക്കിയിരുന്നതെന്നൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇന്നത്തെ ഈ മൊഡ്യൂളോടുകൂടി നമ്മൾ പഠിച്ചു പോന്നിരുന്ന ഈ പാറ്റേണിന്റെ ക്ലാസ്സുകൾ അവസാനിക്കുകയാണ്. 4 പാർട്ടായിട്ട് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം വളരെ വിശദമായി മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അഥവാ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമുക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. കൂടുതൽ ഡ്രസ് ഡിസൈനുകളെ കുറിച്ച് പഠിക്കുന്നതിനായി മറക്കാതെ കാണുക, പഠിക്കുക ഫാഷൻ തിയറി വിത്ത് ജസ്സിനോടൊപ്പം.